ഗുഡ് മോർണിംഗ് എവരി വൺ. പിന്നത്തെ ഓപ്പണിംഗ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. $5.20 പോയിന്റ്സ് നെഗറ്റീവിലാണ് ഓപ്പൺ ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്. ഇപ്പം നമുക്കൊരു എൻട്രി കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. വെയിറ്റ് ചെയ്യാം. ഒരു ബൈയിങ് പ്രഷറാണ് നിഫ്റ്റിയിൽ കാണുന്നത്. നമുക്കൊരു കോൾ ഓപ്ഷൻ എക്സ്പയറി കൂടിയാണ്. ഇപ്പോൾ 25,500 കോൾ ഓപ്ഷൻ എൻ്റർ ചെയ്യാം. പിന്നെ 20th ജാനുവരി വീക്ക്ലി എക്സ്പയറി ആണ്. $25,500 കോൾ ഓപ്ഷൻ ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. അപ്പോൾ നമ്മൾ പ്രീമിയം സെലക്ട് ചെയ്യാറുള്ളത് അറൗണ്ട് 100 അല്ലെങ്കിൽ 100ൻ്റെ താഴെയുള്ളതാണ്. നമ്മൾ വളരെ ക്വിക്കായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. നമ്മൾ പലപ്പോഴും എൻട്രി എടുക്കാമെന്ന് വിചാരിച്ച് ആലോചിച്ച് നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ഡയറക്ഷനിലേക്ക് അത് ഫ്ലൈ ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, വളരെ ലേറ്റായിട്ട് കൺവിൻസ്ഡ് ആയിട്ട് നമ്മളെ തന്നെ കൺവിൻസ് ചെയ്ത് ആ ഒരു എൻട്രി എടുക്കുമ്പോഴേക്കും ആ എൻട്രി ഓൾമോസ്റ്റ് നല്ല പ്രോഫിറ്റ്സിലേക്ക് വരേണ്ട സമയമായിട്ടുണ്ടാവും നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അതെപ്പോഴും പലപ്പോഴും പറ്റാറുള്ളൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 1.25 CR ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രോഫിറ്റ്സ് 5 lakhs നിൽക്കുന്നുണ്ട്. നമ്മളൊരു 12 lakhs അറൗണ്ട് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് ഒരു പെർട്ടിക്കുലർ ട്രേഡിൽ. കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. കപ്പിൾ ഓഫ് എൻട്രീസ് കൂടെ കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ അഗെയിൻ 5 lakhs പ്രോഫിറ്റിൽ നിന്നും 5 lakhs ലോസിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ 1.3 10 lakhs ലോസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. യെസ്, ഡേ ഹൈ വന്നിട്ടുള്ളത് 112 ആണ്. 25,500 C നോക്കുകയാണെങ്കിൽ 112 ആണ്. അറൗണ്ട് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം. എന്തായാലും ഒരു ഹയർ ലോ ഫോം ചെയ്യുന്നുണ്ട്. കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ സാധിക്കും. മേ ബി ഡേ ലോ ഒന്ന് റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാനാവില്ല. അതിന് നമുക്ക് പ്രിപ്പയർഡ് ആവാം. ബട്ട് ഡേ ഹൈ ലെവൽ റീടെസ്റ്റിനുള്ള ചാൻസസും ഉണ്ട്. അതിന് നമ്മൾ രണ്ടിനും നമുക്ക് വെയിറ്റ് ചെയ്യാം. 10-15 lakhs ലോസിലേക്ക് വന്നിട്ടുണ്ട് ഓൾറെഡി. 21-23 lakhs ഇന്ന് എക്സ്പയറി ആണ്. ഹെവി മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം both directions. 30 lakhs ലോസ്. പ്രീമിയം വളരെ ചെറുതാണ്. അതുപോലെ തന്നെ പ്രീമിയം DK ഉണ്ട് നല്ല രീതിയിൽ.
ഇപ്പോൾ ഡേ ലോ വന്നിട്ടുള്ളത് 73 ആണ്. നമുക്കൊരു എൻട്രി കൊടുക്കാം. അറൗണ്ട് 20 ലാക്സിലുണ്ട് നമ്മുടെ ലോസ്. യെസ്, 12 ലാക്സ് ഗുഡ് റിക്കവറി വരുന്നുണ്ട്. 10 ലാക്സിലേക്ക് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡേ ലോ റീടെസ്റ്റ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓപ്ഷൻ ചാർട്ടാണ് ഞാൻ പറയുന്നത്. മേ ബി ഒരു പുൾ ബാക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പ്രീവിയസ് ഡേ ക്ലോസിംഗ് ലെവലാണ് ഒരു സപ്പോർട്ട് ലെവലായിട്ട് സ്പോട്ട് ലെവലിൽ വരുന്നത്. ബട്ട് ഡേ ലോ ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അഗെയിൻ 30 ലാക്സ് ലോസിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെയുള്ള അഡീഷൻ വളരെയധികം ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഓൾറെഡി 2 CR ഡിപ്ലോയ് ചെയ്തു. 3.25 CR നമ്മുടെ കയ്യിൽ അവൈലബിൾ മാർജിനായിട്ടുണ്ട്. 40 ലാക്സിലേക്ക് വന്നിട്ടുണ്ട് ലോസ്. യെസ്, ഇനിയുള്ള അഡീഷൻ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യാം. നമ്മൾ ഓൾറെഡി നല്ലൊരു മാർജിൻ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റഡ് മാർജിൻ 2 CRൻ്റെ മുകളിലാണ്. ഇപ്പം നമ്മുടെ ക്യാപിറ്റൽ 5.28 CR ആണ്. 29 CR ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ലോസും പ്രോഫിറ്റ്സും വരും. അപ്പോൾ അതിന് നമ്മൾ തയ്യാറാവണം. നമ്മൾ 5 ലാക്സ് പ്രോഫിറ്റിലുണ്ടായിരുന്ന പൊസിഷൻ ആണെങ്കിൽ കൂടി ഒരു 50 ലാക്സ് ലോസിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് എക്സ്പയറി ഡേ ആണ്. വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം ടുവേർഡ്സ് ബോത്ത് സൈഡ്സ്. ഇപ്പോൾ ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്തൊരു ലോവർ ലോ ക്ലോസിംഗ് ആണ് വന്നിട്ടുള്ളത്. സ്പോട്ട് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു 55 ലാക്സ് ലോസിലാണ് നമ്മുടെ പൊസിഷൻ ഇപ്പോൾ നിൽക്കുന്നത്. ഒരു പൊസിഷൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു 90 ലെവൽ വരുമെന്നാണ്. 89-90 ലെവലിലേക്ക് ഒരു പുൾ ബാക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു പൊസിഷൻ ട്രേഡിംഗ് അറൗണ്ട് 67. ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് ചെയ്യാം. $60 ലക്ഷം ലോസിലാണ് നമ്മൾ. 5 ലക്ഷം രൂപ പ്രോഫിറ്റിൽ നിന്നും 60 ലക്ഷം രൂപ ലോസിലേക്കാണ് പോയിട്ടുള്ളത്. ഇനിയുള്ള അഡീഷൻ ശ്രദ്ധിക്കാം. നമ്മുടെ കയ്യിൽ അവൈലബിൾ മാർജിൻ 3 CR ഉണ്ട്. ഇങ്ങനെ സഡൻ ആയിട്ടുള്ള മൂവ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു പൊസിഷൻ ഹെഡ്ജ് ചെയ്യാൻ
നമ്മളൊരു 75 ലാക്സ് വരെ നമുക്ക് നോക്കാം. 75 ലാക്സ് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ ഹെഡ്ജ് ചെയ്യാം. 25,600 ലെവൽ വെയിറ്റ്. വെയിറ്റ് ചെയ്യാം. യെസ് ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട് ഓപ്ഷൻ ചാർട്ടിൽ. വെയിറ്റ് ചെയ്യാം. യെസ്, ഒരു എൻട്രി കൂടി കൊടുത്തിട്ടുണ്ട്. അറ്റ് 6290 ലെവലിലേക്കൊരു പുൾ ബാക്ക് വരുമോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു 70 ലാക്സ് ലോസിലേക്ക് വന്നിട്ടുണ്ട്. 75. യെസ്, നമുക്ക് ഹെഡ് ചെയ്യാം ഈ ഒരു പൊസിഷൻ. 25,600 പുട്ട് ഓപ്ഷൻ. യെസ്, 83ലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഹെഡ് ചെയ്ത് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യണം. $85 ലാക്സിലാണ് നമ്മുടെ ലോസ് നിൽക്കുന്നത്. വൺസ് ഇയർ നമ്മുടെ കയ്യിൽ അവൈലബിൾ മാർജിനുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ ഡിപ്ലോയ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൺസിഡറിങ് ദ പ്രീമിയം അറൗണ്ട് 50-60 ലെവലിലാണ് പ്രീമിയം ഉള്ളത്. കോൾ ഓപ്ഷൻ പ്രീമിയം, പുട്ട് ഓപ്ഷൻ പ്രീമിയം 120-130 ലെവലിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുട്ട് ബയസ്ഡിലാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ ഇൻവെസ്റ്റഡ് മാർജിൻ പുട്ട് ഓപ്ഷനിൽ കുറവാണെങ്കിലും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിലും പുട്ട് ബയസ്ഡിലാണ്. കാരണം പ്രീമിയം കുറച്ച് കൂടുതൽ വരുന്നത് പുട്ട് ഓപ്ഷനിലാണ്. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി വരുന്ന സമയത്ത് പ്രീമിയം മൂവ്മെൻറ്റ് കുറച്ച് ഹൈ ആയിരിക്കും. നമുക്കിവിടെ കുറച്ച് ലോസ് ബുക്ക് ചെയ്യാം. $15.5 ലാക്സ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 15 ലാക്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
3200 ലോട്ട്സ് ആണ് നമ്മൾ കോൾ ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്നത്. 2400 ലോട്ട്സ് പുട്ട് ഓപ്ഷനും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷൻ സൈഡ് കുറച്ചൊരു നല്ല മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ പ്രോഫിറ്റ്സിലേക്ക് ആക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്തായാലും കോൾ ഓപ്ഷൻ പൊസിഷൻസ് മുഴുവൻ ലോസ് ബുക്ക് ചെയ്യരുത് ഒരിക്കലും. അതുപോലെ തന്നെ ഈ ഒരു പൊസിഷൻ നമ്മൾ നേക്കഡ് പൊസിഷനായിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. കോൾ ഓപ്ഷൻ നേക്കഡ് പൊസിഷനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ ഒരു നേക്കഡ് പൊസിഷനിൽ നമുക്ക് ലോസ്, നമ്മുടെ പോർട്ട്ഫോളിയോ സ്റ്റോപ്പ് ലോസ് വന്നു. അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതിന് പകരം അതിനെ ഹെഡ്ജ് ചെയ്തു. എന്നിട്ട് കുറച്ച് പ്രോഫിറ്റ്സ് കുറച്ച് ലോസ് നമ്മൾ ബുക്ക് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ലോസ് എന്ന് പറയുന്നത് സ്റ്റിൽ അറൗണ്ട് 70-75 ലാക്സിൽ തന്നെയുണ്ട്. പ്ലസ് നമ്മളൊരു 15 ലാക്സ് നമ്മൾ ലോസ് ബെയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമോ നമുക്ക് നോക്കാം. നമുക്കൊരു 25,450 ലെവലിലേക്ക് വരുമോ നോക്കാം. സ്പോട്ട് ലെവലിൽ പറയുകയാണെങ്കിൽ നല്ലൊരു ഡൗൺഫോളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം കോൾ ഓപ്ഷനിൽ സ്റ്റിക്ക് ചെയ്ത് നിന്നു. നമ്മുടെ ലെവൽസ് ബ്രേക്ക് ചെയ്തു. നമ്മുടെ പോർട്ട്ഫോളിയോ സ്റ്റോപ്പ് ലോസ് വന്നു. പക്ഷേ എഗെയിൻസ്റ്റ് വളരെ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ലോസിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഹെഡ്ജ് ചെയ്തിട്ട് വേണം നമ്മൾ പുട്ട് സൈഡ് എടുക്കാനായിട്ട്. നേക്കഡായിട്ട് എടുക്കാം, പക്ഷേ സ്റ്റിൽ നമ്മുടെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലോസ് പുട്ട് സൈഡും വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇൻ കേസ് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ ഒരു 90 ലെവലിലേക്ക് പുട്ട് ഓപ്ഷൻ കോൾ ഓപ്ഷൻ വരികയാണെങ്കിൽ 25,500 കോൾ ഓപ്ഷൻ 90 ലെവലിലേക്ക് വരികയാണെങ്കിൽ സ്ക്വയർ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പുട്ട് ഓപ്ഷൻ നേക്കഡ് ആക്കാം. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിപ്പം കോൾ ഓപ്ഷൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പുട്ട് ഓപ്ഷൻ നേക്കഡ് ആക്കരുത്. അതിനർത്ഥം കോൾ ഓപ്ഷൻ നമ്മളിപ്പോൾ കുറച്ച് ലോസ് നമ്മൾ ബെയർ ചെയ്തു, അതുപോലെ ബാക്കിയുള്ള എല്ലാ ലോസും ബെയർ ചെയ്ത് പുട്ട് ഓപ്ഷൻ നേക്കഡ് ആക്കരുത്. അല്ലെങ്കിൽ നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നതിന് മുൻപായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോൾ ഓപ്ഷൻ മുഴുവൻ ലോസും ബെയർ ചെയ്യാം. ആ ഒരു 75 ലാക്സ് ലോസ് വന്ന സമയത്ത് മുഴുവൻ ലോസും നമുക്ക് ബെയർ ചെയ്യാം. അതൊരു നല്ലൊരു പ്ലാനാണ്. പക്ഷേ നമ്മൾ കോൾ ഓപ്ഷൻ നമ്മുടെ ലോസ് വന്നിട്ട് നമ്മൾ ഹെഡ്ജ് ചെയ്ത് ആ ഒരു 75 ലാക്സ് ലോസിൽ തന്നെ നിർത്തുന്നു, അതിനെ കൺട്രോൾ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കോൾ ഓപ്ഷൻ മുഴുവനും എക്സിറ്റ് ചെയ്ത് പുട്ട് ഓപ്ഷൻ നേക്കഡ് ആയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ പുട്ട് ഓപ്ഷനിലും സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് നമ്മൾ ഹെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നേക്കഡ് ആവരുത്. നേക്കഡ് ആവുകയാണെങ്കിൽ മറ്റേ പൊസിഷൻ നമ്മൾ ഏതാണോ നേക്കഡ് ആക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഫസ്റ്റ് എടുത്തിട്ടുള്ള പൊസിഷൻ ഏതെങ്കിലും ഒരു ലെഗ് പ്രോഫിറ്റിലാവണം. അല്ലാതെ നമ്മൾ നേക്കഡ് ആക്കി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ ഒരു ട്രേഡ് നല്ല രീതിയിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നമുക്ക് എഗെയിൻ ഒരു ബൈയിങ് പ്രഷർ തന്നെയാണ് പുട്ട് ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. അതായത് മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു അപ്പ് മൂവ് വന്നെങ്കിലും എഗെയിൻ സെല്ലിംഗ് പ്രഷർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു ഹയർ ഹൈ കൂടി വരാനുണ്ട് പുട്ട് ഓപ്ഷനിൽ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു 15 ലാക്സ് കൂടി ബുക്ക് ചെയ്തിട്ടുണ്ട് ലോസ്. ഇപ്പോൾ ടോട്ടൽ 31 ലാക്സ് ലോസ് നമ്മൾ ബെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യണം, ആ ഒരു പോയിൻ്റ് എത്ര ലോസാണ് നമ്മൾ ബെയർ ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഈ ഒരു പെർട്ടിക്കുലർ ട്രേഡിൽ. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇത് പ്രോഫിറ്റ്സിലേക്ക് വരുമ്പോഴും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഒരു കൺട്രോളബിൾ ലിമിറ്റിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.
ഇപ്പം നമ്മൾ ഈ ഒരു ലോസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വാട്ട് എവർ ലോസ് നമ്മൾ ബെയർ ചെയ്തോ ആ ഒരു ലോസ് ഇല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് 50 lakhs ലോസിലാണ് വിത്ത് ഹെഡ്ജ്ഡ് പൊസിഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനെ കുറച്ചുകൂടി പീസ്ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു 50 lakhs കൂടെ നമ്മൾ ബുക്ക് ചെയ്ത ലോസ് കൂടി ഉണ്ടെങ്കിൽ 80+ lakhs പോയി. അപ്പോൾ ആ ഒരു 80+ lakhs പൊസിഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അവൈലബിൾ മാർജിനും കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന പോയിന്റിൽ നമുക്ക് ലോസ് ബെയർ ചെയ്യുക. പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുന്നതിന് പകരം ലോസാണ് ഞാൻ ബെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ലോസ് എന്ന് പറയുന്നത് 40-45 lakhs വരുന്നുണ്ട്. സ്റ്റിൽ ഒരു അപ്പ് മൂവ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു നല്ല ഷാർപ്പായിട്ടുള്ളൊരു അപ്പ് മൂവ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൺസ് ഇത് പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഓവറോൾ ഈ ഒരു പൊസിഷൻ പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുന്നതിനെക്കുറിച്ചും നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പുട്ട് ഓപ്ഷൻസ് 2400 ലോട്ട്സ് പ്രോഫിറ്റിലാണ്. 2400 ലോട്ട്സ് പ്രോഫിറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ എഗെയിൻസ്റ്റ് ഉള്ള പൊസിഷൻ എന്ന് പറയുന്നത് 2600 ലോട്ട്സ് ആണ്. ബട്ട് നമ്മുടെ പ്രീമിയം കൺസിഡർ ചെയ്യുക. പ്രീമിയം 50-ലും 150-ലുമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷൻ പ്രോഫിറ്റിലേക്ക് വരുന്നത് വരെ നമ്മൾ കുറച്ചുകൂടി പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്തേ മതിയാവും. വെയിറ്റ് ചെയ്തതിന് ശേഷം ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പൊസിഷൻ പുട്ട് ഓപ്ഷനെ നമ്മൾ നേക്കഡ് ആക്കുന്നു. എന്നിട്ട് കോൾ ഓപ്ഷൻ സിമിലർ പ്രീമിയമുള്ള കോൾ ഓപ്ഷനും വെച്ചിട്ട് നമുക്ക് ഹെഡ്ജ് ചെയ്യാം. അപ്പോൾ ആ ഒരു പ്ലാൻ എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ എഗെയിൻ ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ ലോസ് ബെയർ ചെയ്യാം, അല്ല കോൾ ഓപ്ഷൻ ലോസ് ബെയർ ചെയ്യാം. യെസ്, എഗെയിൻ നമ്മൾ ലോസ് ബെയർ ചെയ്തിട്ടുള്ളത് 19 lakhs നമ്മൾ ലോസ് ബെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ 31 + 19, അപ്പോൾ ഒരു 50 lakhs ലോസ് നമ്മൾ ബെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള പൊസിഷൻ കമ്മിങ് ടു കോസ്റ്റ്. അപ്പോൾ ഇത് കോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലോസ് എന്ന് പറയുന്നത് 50 lakhs ആണ്. സ്റ്റിൽ നമ്മുടെ ഒരു 70-75 lakhs ലോസ് എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് തന്നെ നിർത്താനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. ഇത് കോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഒരു മൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കൺട്രോളിലല്ല മാർക്കറ്റ് എങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ഷനിലല്ല മാർക്കറ്റ് എങ്കിൽ പോലും നമ്മുടെ പൊസിഷൻസ് മാനേജ് ചെയ്യാനും അത് അഡ്ജസ്റ്റ് ചെയ്യാനും ഉള്ള ആ ഒരു പ്ലാൻ, ആ ഒരു എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് കോസ്റ്റിലേക്ക് വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എനിക്ക് തോന്നുന്നു ഒരു 150 ലെവൽ എന്നുള്ളത് 25,600, ഒരു 30 points കൂടി ഒരു അപ്പ് മൂവ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ. 30 points എന്ന് പറയുമ്പോൾ 180 ലെവലിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു 25,600 എന്ന് പറയുന്നത് ഇൻ ദ മണിയാണ്, ജസ്റ്റ് ഇൻ ദ മണി ആയിരുന്നു. ഇപ്പോൾ അത് ഡീപ്പ് ഇൻ ദ മണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൽ വരുന്ന ഒരു മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റായിരിക്കും, വളരെ ഷാർപ്പായിരിക്കും. ഇപ്പോൾ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് 20-ഉം, അതായത് 2000 ലോട്ട്സ് കോൾ ഓപ്ഷനും 2400 ലോട്ട്സ് പുട്ട് ഓപ്ഷനുമാണ്. അപ്പോൾ ഇനിയുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് ശരിക്കും പുട്ട് ഓപ്ഷനിൽ വലിയ മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യും, ഇപ്പോൾ 45 points മാത്രമാണ് നമ്മുടെ പ്രീമിയം ഉള്ളത്. കൺസിഡറിങ് ദ ലോട്ട് സൈസ്, അത് 2000:2400 ആണ് ലോട്ട് സൈസ്. അപ്പോൾ നമുക്ക് സ്ലൈറ്റ്ലി കൂടുതൽ ബയസ്ഡ് പുട്ട് ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 45 points ഗെയിൻ നമുക്ക് ഈ ഒരു പുട്ട് ഓപ്ഷനിൽ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 50 + 45, 150 + 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 195 ലെവലിലേക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഫുള്ളി ലോസ് നമ്മൾ കോൾ ഓപ്ഷനിൽ ബെയർ ചെയ്താൽ പോലും നമ്മുടെ പൊസിഷൻ നല്ലൊരു പ്രോഫിറ്റിലേക്ക് വരും. ഇപ്പോൾ ഒരു 30 points ഒരു അപ്പ് മൂവാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പ്ലസ് ഒരു 15 എന്ന് പറയുമ്പോൾ 195 ലെവലിലേക്ക് വരും. അപ്പോൾ നമുക്ക് നോക്കാം 195 ലെവലിലേക്ക് വരാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഈ ഒരു
25,600 പുട്ട് ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതും, അതുപോലെ തന്നെ മാർക്കറ്റിന് ഫർദർ ഫോൾ ആവാനുള്ള ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നും നമുക്ക് നോക്കാം. എന്തായാലും ഒരു കണ്ടിന്യൂസ് ഷാർപ്പ് ഫോളാണ് വന്നിട്ടുള്ളത് ആ ഒരു ഫസ്റ്റ് 3 മിനിറ്റ്സിന് ശേഷം. ഇപ്പോൾ ഒരു 16 lakhs ലോസിലും നമ്മൾ അത്യാവശ്യം ലോസ് ബെയർ ചെയ്തിട്ടുണ്ട്. 50 lakhs ലോസ് നമ്മൾ ബെയർ ചെയ്തിട്ടുണ്ട്. 31 എന്ന് പറയുന്നത് നമ്മളൊരു 15 ഫസ്റ്റിൽ നമ്മൾ ലോസ് ബെയർ ചെയ്തു. പിന്നെ നമ്മൾ ബെയർ ചെയ്തത് 16 lakhs ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ 31 ആയി. പിന്നെ ഒരു 19 lakhs നമ്മൾ ബെയർ ചെയ്തു. അപ്പോൾ അങ്ങനെ 50 lakhs പ്ലസ് ഇപ്പോൾ ഒരു 20 lakhs അറൗണ്ട് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു ലോസ് എന്ന് പറയുന്നത് നമ്മൾ 75 lakhs ഇപ്പോൾ ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ലിമിറ്റിൽ തന്നെ, പോർട്ട്ഫോളിയോ ലിമിറ്റിൽ നിർത്താനായിട്ട് പറ്റും. പോർട്ട്ഫോളിയോ ലിമിറ്റ് ആക്ച്വലി അതൊരു 20% വരെ പോകാമെന്നാണ് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം. കാരണം നമ്മൾ ഒരു പെർ ഡേ ഒരു അറൗണ്ട് 10% നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 2 days നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ലോസാണത്. അപ്പോൾ ഒരു നമ്മുടെ ലോസ് നമ്മുടെ ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5.29. അപ്പോൾ നമുക്ക് 1 CR വരെ ലോസ് ബെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോഴത്തെ പൊസിഷനിൽ 75 lakhs ലോസ് നമ്മൾ നിലവിലുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് എത്രത്തോളം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ രീതിയിൽ ട്രേഡ് ചെയ്യാൻ ആരും ശ്രമിക്കരുത്. ഇത് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഈവൻ ഈ ഒരു അക്കൗണ്ടിലാണെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് നിങ്ങളൊരു ദിവസം ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു അക്കൗണ്ടിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ട്രേഡിങ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം റിയലായിട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിൽ നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്ജിങ് ആയാലും നമുക്ക് ലോസ് ബെയർ ചെയ്യാൻ ആ ഒരു മൈൻഡ് സെറ്റ് കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മുടെ ഡിസിഷൻസ് എത്രമാത്രം നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് മാർക്കറ്റിൽ എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനത്തെ അക്കൗണ്ട്സിൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വലിയ ലോസിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കോസ്റ്റിലേക്ക് വന്നിട്ട് ഞാനിത് ഈ പൊസിഷൻസ് നേക്കഡ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. കോസ്റ്റിലേക്ക് വന്നിട്ടെന്ന് പറയുമ്പോൾ അഗെയിൻ ഒരു 10-15 points മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. 10-15 points കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ കോസ്റ്റിലേക്ക് വരും. ഒരു 20 lakhs കൂടി നമുക്ക് റിക്കവർ ചെയ്യാനുണ്ട്, 20-30 lakhs. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഗെയിൻസ്റ്റ് വരികയാണെങ്കിൽ ഈ ഒരു 40-50 എന്നുള്ള പ്രീമിയം ഒരിക്കലും നമുക്ക് ഈ ഒരു 130-150 ഉള്ള പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയത്തിൻ്റെ ഫോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഇനഫ് ഹെഡ്ജിങ് ആയിട്ടില്ല എന്ന് നമുക്ക് പറയാം. ഈവൺ ദോ അതിനൊരു 2000 ലോട്ട്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും ഒരിക്കലും അത് ഹെഡ്ജ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സിമിലർ ആയിട്ടുള്ള പ്രീമിയം വെച്ചിട്ട് വേണം നമുക്ക് ഇതിനെ ഹെഡ്ജ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ടിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഒരു 20+ points എന്തായാലും ഒരു സ്പൈക്ക് വരാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് ഒരു 3 minutesനകം. ഇപ്പോൾ 9:43 another 3 minutes എന്ന് പറയുമ്പം ഒരു നെക്സ്റ്റ് 5 minute ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു couple of minutes നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനകത്ത് തന്നെ ഒരു ഡേ ഹൈ വന്നിട്ടുള്ളത് 159.60 ആണ് 25,600. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു 15 points എന്ന് പറയുമ്പോൾ ഒരു 70+ അല്ലെങ്കിൽ ഒരു 70 ലെവലിലേക്ക് 170 ലെവലിലേക്ക് നമുക്ക് വേണ്ടത് 195 ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്ത് വെക്കേണ്ടതുണ്ട്. നമ്മളൊരു ട്രേഡ് നമ്മുടെ അഗെയിൻസ്റ്റ് വരുമ്പോഴും നമ്മുടെ ഡയറക്ഷനിലേക്ക് വരുമ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ലോങ്ങർ വീഡിയോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നലെ പോലും ഒരു കമൻറ്റിലൊരു സബ്സ്ക്രൈബറാണെന്ന് തോന്നുന്നു എന്നോട് ചോദിച്ചിരുന്നു. അതായത് സഡനായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കാറില്ല ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടല്ല ട്രേഡ് ചെയ്യാറുള്ളത്. എഗെയിൻസ്റ്റ് പോകുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തിട്ടാണ് അതിനെ ഹെഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ ആവറേജ് ചെയ്തിട്ട് ആ ഒരു പൊസിഷനെ നമ്മൾ റിക്കവർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ആ സഡനായിട്ടുള്ള മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നാണ് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ സ്റ്റോപ്പ് ലോസാണ് നമ്മളിപ്പോൾ അവിടെ വെച്ചിട്ടുള്ളത്. പോർട്ട്ഫോളിയോ ലോസ് വെച്ചിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഹെഡ്ജ് ചെയ്തിട്ട് അത് കുറച്ചുകൂടി റിസ്കിയറാണ്.
എങ്കിലും ഹെഡ്ജ് ചെയ്തിട്ട് ആ ഒരു പൊസിഷൻസിനെ നമ്മൾ സേഫായിട്ട് എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ നമുക്ക് എന്തായാലും ഒരു 75 ലാക്സിൽ തന്നെയാണ് നമ്മുടെ ലോസ് നിൽക്കുന്നത്. ഇത് കോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 ലാക്സ് ആയിട്ട് മാറും. നമ്മൾ റിയലൈസ് ചെയ്തിട്ടുള്ള ലോസാണ്. നമ്മൾ റിയലൈസ് ചെയ്തിട്ടുള്ള ലോസാണ് എപ്പോഴും റിയലായിട്ടുള്ള അപ്പോൾ റിയലൈസ് ചെയ്യാത്ത ലോസാണ് ഇപ്പോൾ നമുക്ക് 20 ലാക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എത്ര വേണമെങ്കിലും ആവാം, ഒരുപക്ഷെ 1 CR പുറത്തേക്ക് പോവാം. അപ്പോൾ അത് ഹെഡ്ജ്ഡ് ആണ്, സ്ലൈറ്റ്ലി ഹെഡ്ജ്ഡ് ആണെന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു പൊസിഷൻ 40-45 ലാക്സ് 40-45 ആണ് പ്രീമിയം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു റിസ്ക് കൂടി നമുക്ക് ഈ ഒരു പൊസിഷനിലുണ്ട്. ഇത് ഹെഡ്ജ്ഡ് പൊസിഷൻ ആണ് എന്ന് പ്രോപ്പറായിട്ട് പറയാനായിട്ട് പറ്റില്ല. നമുക്ക് ഈവൻ ദോ നേക്കഡ് ആക്കുകയാണെങ്കിൽ പോലും നമുക്ക് എനിക്ക് തോന്നുന്നു ബ്രേക്ക് ഔട്ട് വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനെ നേക്കഡ് ആക്കാം. ഇപ്പം നമ്മൾ നേക്കഡ് ആക്കിയെങ്കിലും നമ്മൾ ആ ഒരു 20 ലാക്സ് ലോസിൽ തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 30 ലാക്സ് പ്ലസ് 20 അത് 50 ലാക്സ് വരുമ്പോഴാണ് ഇതൊരു പ്രോഫിറ്റിലാവുക എന്ന് പറയും. ഈ ഒരു പൊസിഷൻ കോസ്റ്റിലായി നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഉണ്ടായിരുന്ന 529 ആണ്. ഇപ്പോൾ ഒരു 60 നിൽക്കുന്നുണ്ട്. അപ്പോൾ 69 ലാക്സ് ലോസ് നമ്മൾ ബെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേക്കഡ് പൊസിഷനാണ്. 50% ക്യാപിറ്റൽ അവൈലബിൾ മാർജിനായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് ഈ ഒരു പൊസിഷൻ ഒരു 20 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് തരുമോ നമുക്ക് നോക്കാം. അതാണ് നമുക്കിപ്പോൾ ഇനി നോക്കേണ്ടത്. അപ്പോൾ ആ ഒരു 20 പോയിൻറ്റ്സ് ഗെയിനിൽ കോൾ ഓപ്ഷനിൽ ഒരു പ്രീമിയം DK വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, നേക്കഡ് പൊസിഷൻ ആക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു പൊസിഷൻ ഹെഡ് ചെയ്തിട്ടുള്ളൊരു പൊസിഷൻ, അപ്പോൾ ഓവറോൾ പൊസിഷൻ ലോസിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഹെഡ് ചെയ്ത പൊസിഷനും അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്ന കോൾ ഓപ്ഷൻ്റെ പൊസിഷനും ലോസിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരിക്കലും നേക്കഡ് ആക്കാനായിട്ട് പാടില്ല. ഇപ്പോഴത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് ചെയ്ത പൊസിഷനാണ് ഈ പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുട്ട് ഓപ്ഷൻ പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. നല്ല രീതിയിലൊരു 30-35 ലാക്സ് പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ട് ഇതിനെ മാക്സിമം പ്രോഫിറ്റ്സിലേക്ക് കൊണ്ടുവന്ന് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അനദർ ഒരു 20 പോയിൻറ്റ്സ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു 15 to 20 പോയിൻറ്റ്സ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 150 ഒരു 45 പോയിൻറ്റ്സിൻ്റെ ഒരു പ്രീമിയം ഉണ്ട് നമ്മുടെ കയ്യിൽ. കോൾ ഓപ്ഷൻ നമ്മൾ ബെയർ ചെയ്തത് 45 പോയിൻറ്റ്സിൻ്റെ പ്രീമിയമാണ്. ആ 45 പോയിൻറ്റ്സ് ഇതിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് 150 എന്നുള്ള പ്രീമിയം 195 വരണം. അപ്പം 195 നമ്മൾ മനസ്സിൽ വെക്കുക. ആ ഒരു 195 വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു പൊസിഷൻ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിലും, അപ്പോൾ 195 എബവ് വരുമ്പോഴാണ് ഇതിൽ വലിയ രീതിയിലുള്ളൊരു ഗ്രോത്ത് നമുക്ക് ഈ ഒരു പുട്ട് ഓപ്ഷനിൽ കിട്ടുക. അപ്പോൾ നമ്മൾ ഹെഡ് ചെയ്ത പൊസിഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഹെഡ്ജഡ് പൊസിഷൻ എന്ന് പറയുന്നത് കോൾ ഓപ്ഷനാണ്. കോൾ ഓപ്ഷൻ ആയിരുന്നു, അത് നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്ത് നേക്കഡ് ആക്കി ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇനി ഹെഡ്ജഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ആ കോൾ ഓപ്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒറിജിനൽ പൊസിഷനാണ് ഈ പുട്ട് ഓപ്ഷൻ. അപ്പോൾ ഈ പുട്ട് ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസ് 25,600 പ്രീമിയം 150 അപ്പോൾ നമ്മൾ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ലോസ് നമുക്ക് കോൾ ഓപ്ഷനിൽ വരാൻ സാധ്യത ഉണ്ടായിരുന്നത് ആ ഒരു 45 പോയിൻറ്റ്സ് ലോസാണ്. അപ്പോൾ ആ 45 പോയിൻറ്റ്സ് ലോസ് കൂടി നമുക്ക് ഇതിനകത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സിലേക്ക് വരാൻ സാധിക്കും. 150 തന്നെ നമ്മൾ ഓൾമോസ്റ്റ് കോസ്റ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു 15 ലാക്സ് ലോസിൽ മാത്രം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഒരു ബ്രേക്ക് ഔട്ട് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേക്കഡ് പൊസിഷൻ കൂടിയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് കിട്ടും. ഇപ്പം നേക്കഡ് പൊസിഷൻ ആണ്. എന്നിട്ട് നമുക്ക് എഗെയിൻസ്റ്റ് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇതിനെ ആവറേജ് ചെയ്യാം. ഇതിനെ ആവറേജ് ചെയ്ത് പ്രോഫിറ്റ്സിലാക്കാൻ പറ്റും. ഓൾറെഡി മൊമെൻറ്റം പുട്ട് സൈഡ് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ആവറേജ് ചെയ്ത് പ്രോഫിറ്റ്സിലേക്ക് ആക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ബട്ട് സ്റ്റിൽ അതിൻ്റെ റിസ്ക്കും ഉണ്ട്. അതും ഇതേപോലെ നമുക്ക് കൺട്രോൾ വിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പോർട്ട്ഫോളിയോ ലോസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അതിനെ ഹെഡ് ചെയ്യേണ്ടി വരും. എഗെയിൻ ഡേ ലോയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ
ഒരു 70 ലാക്സ് ലോസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നമുക്ക് ഇവിടെ ടോട്ടൽ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ 460 നമ്മൾ 529 ഉണ്ടായിരുന്നതാണ്. അപ്പോൾ 530 ആണെങ്കിലും 40+30 70 ലാക്സ്. അപ്പോൾ 70 ലാക്സിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനെ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ലെവലിൽ തന്നെ നിർത്താം. അതുപോലെ തന്നെ ഈ ഒരു 460 നമുക്ക് എങ്ങനെ 529 എത്തിക്കാം, ഓർ 529 മുകളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഓവറോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 460 എന്ന് പറയുന്നത് ഡൗണായി 4ലേക്കോ അല്ലെങ്കിൽ 4ൻ്റെ താഴേക്കോ പോകാനുള്ള ചാൻസസും ഉണ്ട് ഡെഫിനറ്റ്ലി. അപ്പോൾ അത് വരാതെ നമ്മൾ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതൊരു 75 ലാക്സ് ലോസ് എന്ന് പറയുന്ന സമയത്ത് ഇത് 455 ലെവൽ, 460 ലെവൽ, അതിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടാണ് നമുക്ക് വേണ്ടത്. 150 എന്ന് മേ ബി 200, 195, 180 ലെവൽ, ആ ഒരു 30 പോയിൻറ്റ്സ് നേരത്തെ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു മൂവ്മെൻറ്റ്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ഹെഡ്ജ്ഡ് പൊസിഷൻ ആണെങ്കിൽ ആ പ്രീമിയം ഡികെ ആവും. ഹെഡ്ജ്ഡ് പൊസിഷനിലുള്ള പ്രീമിയം വലിയ രീതിയിൽ ഡികെ ആവും. ഇപ്പോൾ നമുക്ക് 80 ലാക്സിൻ്റെ ലോസിലാണ് നമ്മൾ നിൽക്കുന്നത്. ബട്ട് സ്റ്റിൽ ഒരു ഹയർ ഹൈ വരാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഫുൾ ബാക്ക് വരികയാണെങ്കിലും ഇതിനെ നമുക്ക് ആവറേജ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതിനെ ഒരു ഫ്രഷ് ട്രേഡായിട്ട് കൺസിഡർ ചെയ്യാം. അറ്റ് ദിസ് പോയിൻ്റ് ഓഫ് ടൈം ഞാൻ ഇതിനൊരു ഫ്രഷ് ട്രേഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എഗെയിൻസ്റ്റ് വരികയാണെങ്കിൽ എഗെയിൻ 75 ലാക്സ്, അതായത് ആ ഒരു ട്രേഡ് ക്ലോസ് ചെയ്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താലും എഗെയിൻ 75 ലാക്സ് ലോസ്. ഇത് കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 30 ലാക്സ് 25 ലാക്സ് പ്രോഫിറ്റ് ആണെങ്കിൽ മാത്രമാണ് ഇത് നമ്മുടെ ഡേ പോർട്ട്ഫോളിയോ സ്റ്റോപ്പ് ലോസിൽ നിർത്തി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് ഒരു 75 ലാക്സ്. നമുക്ക് ഈവൻ 1 CR വരെ പോയാലും ഒരു കൺട്രോളബിൾ ലോസ് ആയിട്ട് നമുക്കതിനെ പറയാം. കൺസിഡറിങ് നമ്മളൊരു 10% പെർ ഡേ നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ട് ഫോർ ദ പാസ്റ്റ് 2-3 വീക്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു 20 ലാക്സ് അറൗണ്ട് നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ട്, 20-30 ലാക്സ്. നമുക്ക് വേണ്ടതൊരു ബ്രേക്ക് ഔട്ട് ടുവേർഡ്സ് 180 ലെവൽ, ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിരിക്കാം മേ ബി. അതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈവൻ 25,370 ലെവലിലേക്ക് വരാനുള്ള ചാൻസസും ഉണ്ട്. സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ 370 ലെവൽ. $150 തന്നെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ്സ് ആയിട്ട് ആ ഒരു ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. 150 ലെവൽ, 140 ലെവൽ. നൗ ഒരു ബ്രേക്ക് ഔട്ട് വരുമോ നമുക്ക് നോക്കാം. ബ്രേക്ക് ഔട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ലെവൽ വന്ന് ആവറേജ് ചെയ്ത് ഈ ഒരു പൊസിഷനെ നമുക്ക് കുറച്ച് സമയം കൂടി എടുത്തിട്ട് മാത്രമേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തിട്ട് മാത്രമേ പ്രോഫിറ്റിലേക്കോ അല്ലെങ്കിൽ ലോസ് മാനേജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓവറോൾ ലോസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 35 ലാക്സ് പ്രോഫിറ്റിലാണ് കറണ്ട് പൊസിഷൻ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ പോലും നമ്മുടെ ലോസ് എന്ന് പറയുന്നത് 75 ലാക്സ് അറൗണ്ടാണ് വരുന്നത് ഓവറോൾ ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. നേക്കഡ് പൊസിഷൻ ആയതുകൊണ്ട് ആ ഒരു ബ്രേക്ക് ഔട്ട് നല്ല രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനാണ് ഞാൻ ഇതിനെ യെസ് ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. 50 ലാക്സിലേക്ക് വന്നിട്ടുണ്ട്. 167-70 ലെവലിലേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത മൂവ്മെൻറ്റ് ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ ലോസ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അറൗണ്ട് 5 CRലേക്ക് ക്യാപിറ്റൽ ഗ്രോ ചെയ്യുന്നുണ്ട്. ബട്ട് ദിസ് ഈസ് വെരി റിസ്ക് പൊസിഷനാണ്. സഡനായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് നമ്മൾ ഹോൾഡ് ചെയ്തേ മതിയാവും. നമ്മുടെ ആ ഒരു 45 പോയിൻറ്റ്സ് കിട്ടുമോ നമുക്ക് നോക്കാം. നമ്മൾ കോൾ ഓപ്ഷനിൽ ബെയർ ചെയ്ത ഒരു 45 പോയിൻറ്റ്സിൻ്റെ ബെയർ ചെയ്തല്ല, നമ്മൾ എക്സിറ്റ് ചെയ്ത ആ ഒരു 45 പോയിൻറ്റ്സ് ലൂസ് ചെയ്യാതെ നമ്മൾ വെച്ചു. അത് നമ്മൾ ബെയർ ചെയ്തു, അല്ല നമ്മൾ നേരത്തെ എക്സിറ്റ് ചെയ്തു. ആ ഒരു ഡിസിഷനെ നമുക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാതെ നമ്മൾ വെക്കുകയാണെങ്കിൽ പോലും 45 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 195 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു പൊസിഷൻ സേഫായി എന്ന് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ അതിന് എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് ആ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. 45 പോയിൻറ്റ്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളത് ഒരു റിസ്ക് എടുത്തത് കൊണ്ട് തന്നെ. ഇപ്പോൾ നമ്മുടെ പൊസിഷൻ ഒരു 20-30 ലാക്സ് മാത്രമാണ് ഓവറോൾ ലോസ് ഉള്ളത്. പക്ഷേ നമ്മൾ ഈ ഒരു 70 ലാക്സ് പ്രോഫിറ്റ് ഒരിക്കലും നോക്കരുത്. 60 ലാക്സ് പ്രോഫിറ്റ് നമ്മൾ കാണരുത്. നമ്മൾ എത്ര ലോസ് ബെയർ ചെയ്തു എന്നുള്ളൊരു കാര്യം കൃത്യമായി നമുക്ക് ഓർമ്മയിൽ വേണം.
ഇപ്പോൾ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തു, ഫേക്ക് ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ബൈയിങ് പ്രഷർ നമുക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. പുട്ട് ഓപ്ഷനിൽ പറയുകയാണെങ്കിൽ 25,600. യെസ്, ഒരു ഡൗൺഫോൾ തന്നെയാണ്. സ്പോട്ട് ലെവൽ വന്നിട്ട് 300 ലെവലിലേക്ക് 370 ലെവലിലേക്ക് വരുമോ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ 370 ലെവൽ പുട്ട് ഓപ്ഷൻ അല്ല, സ്പോട്ട് ലെവൽ 370ലേക്ക് വരുമോ നമുക്ക് നോക്കാം. ബട്ട് സപ്പോർട്ട് ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ 25,430 ലെവൽ. യെസ്, റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. 175 വന്നു, ബട്ട് സ്റ്റിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല. ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ടാണ് വന്നതെങ്കിൽ ഒരു റിക്കവറി എക്സ്പെക്റ്റ് ചെയ്യാം. 50% ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ട്, അവൈലബിൾ ക്യാപിറ്റൽ 50% ഉണ്ട്. ബട്ട് അതുകൊണ്ട് നമുക്കൊന്നും റിസ്കി പൊസിഷൻസ് കൂടുതൽ റിസ്കി ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു പേഷ്യൻസ് എത്രത്തോളം നമുക്ക് ഗുണം ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എഗെയിൻസ്റ്റ് തന്നെയാണ് വരുന്നത്. ഈ ഒരു ക്യാൻഡിലിൽ തന്നെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം. മേ ബി ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ. ICRലേക്ക് വന്നതാണ്, ഇപ്പോൾ നമുക്ക് 470 നിൽക്കുന്നത്. വെരി വെരി റിസ്ക്കിയാണ്, വെരി വെരി റിസ്കി. ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള പൊസിഷൻസ് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റൂ. അത് പ്രാക്ടീസ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അത് കണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ അത്രമാത്രം ഇൻറ്റൻസിറ്റി നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. റിയലായിട്ട് ചെയ്യുന്ന ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു ട്രേഡ് പോകുന്നു. എഗെയിൻ നമ്മൾ ഈ ഒരു ട്രേഡ് നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നു. എഗെയിൻ അത് റിസ്കി പൊസിഷൻ അങ്ങനെ തന്നെ ഒരു റിസ്ക് റിമെയിൻ ചെയ്യുന്നു. എഗെയിൻ നമ്മളതിന് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അത് എത്രമാത്രം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നീ കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ആലോചിക്കേണ്ടത്. ഇപ്പോൾ അറൗണ്ട് 40 lakhs ലോസിൽ 40 lakhs പ്രോഫിറ്റിൽ തന്നെ ഈ ഒരു പൊസിഷൻ വന്നിട്ടുണ്ട്. നല്ലൊരു 70 lakhs പ്രോഫിറ്റിലേക്ക് വന്നതാണ്. എഗെയിൻ ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി 195 എക്സ്പെക്റ്റ് ചെയ്യാം. ബട്ട് വരികയാണെങ്കിൽ മാത്രം. ഇപ്പോഴത്തെ ഒരു പോയിന്റിൽ എന്തായാലും ബ്രേക്ക് ഔട്ട് വരുമെന്നാണ്. പക്ഷേ സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. എക്സ്പയറി കൂടിയാണ് ഇന്ന്. യെസ്, ബാക്ക് ടു 50 lakhs പ്രോഫിറ്റ്. ഗുഡ്. 50 lakhs ആയി. പക്ഷേ നമ്മുടെ പൊസിഷൻ സ്റ്റിൽ റിസ്കി തന്നെയാണ്. another couple of minutes വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കപ്പിൾ ഓഫ് എൻട്രീസ് എടുക്കാം. ആക്ച്വലി 150 ലെവലിലേക്ക് പുൾ ബാക്ക് വന്നതാണ്. പക്ഷേ ഞാനിപ്പം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഈ ഒരു പൊസിഷൻ ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റിലേക്ക് ആക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. നമുക്ക് ആ ഒരു റിസർവ് ക്യാപിറ്റൽ അല്ലെങ്കിൽ അവൈലബിൾ മാർജിൻ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താം. അല്ലെങ്കിൽ ഒരു പക്ഷേ മേ ബി ഒരു 125 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 150 ആഡ് ചെയ്തിട്ട് 125 ലെവൽ വരുന്നത് വരെയുള്ള റിസ്ക് കൂടി അല്ലെങ്കിൽ ലോസ് കൂടി നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. അത് അവോയ്ഡ് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. മേ ബി ആഡ് ചെയ്യാനായിട്ട് പറ്റും. 150 ലെവലിലേക്ക് വന്നിട്ടുണ്ട് പുൾ ബാക്ക്. ബട്ട് നമുക്കൊരു നെക്സ്റ്റ് ഒരു 5 മിനിറ്റ്സിലൊരു ബ്രേക്ക് ഔട്ട് ഓർ റീടെസ്റ്റ് മേ ബി 175 ലെവൽ ഓർ 95 ലെവലിലേക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. അതിനാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. യെസ്, 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 33 ലാക്സിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പൊസിഷൻ പ്രോഫിറ്റിലുള്ളത്. 70 ലാക്സ് വന്നിരുന്നു, പക്ഷേ ലോ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല.
യെസ് 150 അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. 125 ലെവൽ വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. വെയിറ്റ് ചെയ്യാം, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. $150 ലെവലിൽ നല്ല സപ്പോർട്ടാണ്. 150 ലെവലിൽ നമുക്ക് ആഡ് ചെയ്യാം. കപ്പിൾ ഓഫ് എൻട്രീസ് എന്തായാലും ആഡ് ചെയ്യാം. $25,600. ഇനി നമുക്ക് 125 ലെവലിലാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പം മേ ബി ഒരു ഹൈയിലേക്കൊരു റീടെസ്റ്റ് ഓർ ബ്രേക്കൗട്ട് വരുമോ നമുക്ക് നോക്കാം. ബ്രേക്കൗട്ടിന് ചാൻസസ് ഉണ്ട്. 370 ലെവൽ വരാനുള്ള ചാൻസസ് ഉണ്ട് സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ. ബട്ട് സമയം എത്ര എടുക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കുറച്ച് സമയം എടുക്കുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തേ മതിയാവും. 150 നമ്മൾ കപ്പിൾ ഓഫ് എൻട്രീസ് മാത്രം എടുത്തിട്ടുള്ളൂ. 200 2 ലോട്ട് മാത്രം എടുത്തിട്ടുള്ളത്, 2 സെറ്റ്. അതായത് 400 ലോട്ട്സ് നമ്മൾ 152 ആവറേജ് പ്രൈസിൽ നമ്മൾ എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആവറേജ് പ്രൈസ് യെസ് 152 or 2.25. നെക്സ്റ്റ് എൻട്രി 125 ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ ബ്രേക്കൗട്ട് വരട്ടെ. നമ്മുടെ സാധാരണ ഉള്ള ഒരു 10 മിനിറ്റ്സ് വീഡിയോയിൽ തന്നെ നമ്മൾ പ്രോഫിറ്റ്സ് ഒരു 20 lakhs അല്ലെങ്കിൽ 15 lakhs നമ്മൾ ബുക്ക് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour വീഡിയോസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ 1 hour വീഡിയോസാണ് മോസ്റ്റ്ലി എല്ലാവരും കാണേണ്ടത്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എഗെയിൻസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. എഗെയിൻസ്റ്റ് സഡനായിട്ട് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു മൂവ്മെൻറ്റ് നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളത്. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത്, സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്യുന്ന സമയത്ത് വെരി വെരി റിസ്ക്കിയാണ്. എഗെയിൻ ട്രൈയിങ് ടു ടേക്ക് സപ്പോർട്ട് അറ്റ് 150 എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു സ്പൈക്ക് നമുക്ക് കിട്ടും ടുവേർഡ്സ് 200 or 250 മേ ബി. അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമുക്ക് ഈ ഒരു ട്രേഡോടുകൂടി ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. 25,370 സപ്പോർട്ട് ലെവൽ. ഇപ്പോൾ എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബഡ്ജറ്റ് ഡേ February 1st ആണ്. ദാറ്റ് ഈസ് എ സൺഡേ. അപ്പോൾ ആ ഒരു സൺഡേ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും. ട്രേഡിംഗ് ഉണ്ടെന്ന് സൺഡേ എല്ലാവരും നോട്ട് ചെയ്യുക. ഞായറാഴ്ച February 1 യൂണിയൻ ബഡ്ജറ്റ്. അപ്പോൾ ആ ഒരു ദിവസം സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പണിലായിരിക്കും. നമ്മുടെ ഈ ഒരു പൊസിഷൻ കോസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 20 lakhsലേക്കായി. അറൗണ്ട് ആ ഒരു പോയിന്റിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ ഒരു ഫേക്ക് ബ്രേക്കൗട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഫേക്ക് ബ്രേക്കൗട്ട് എന്ന് ഒരു മൊമെൻറ്റം കൂടി കിട്ടിയിരുന്നെങ്കിൽ അതൊരു ബിഗർ പ്രോഫിറ്റ്സിലേക്ക് പോകുമെന്ന് എക്സ്പെക്ട് ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്തതാണ്. സ്റ്റിൽ നമ്മളൊരു 20-30 lakhs ഒരു പാർട്ട് പ്രോഫിറ്റ്സ് ബുക്കിംഗ് എങ്കിലും നമുക്ക് അവിടെ നിന്ന് ചെയ്യാമായിരുന്നു. അറൗണ്ട് 170 ലെവൽ. ബട്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് വരിക. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത് അതിനെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ്സ് വരുന്നത്.
പിന്നെ നമ്മൾ സഡനായിട്ട് നമ്മൾ ചെയ്യും, പക്ഷേ നാളെ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വലിയ മൂവ്മെൻറ്റ്സ് വരും. അപ്പോൾ സ്റ്റിൽ നമ്മൾ ആ മാനേജ് ചെയ്ത് തന്നെയാണ് നമ്മൾ ആ ഒരു പൊസിഷന് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് തന്നെ നമ്മൾ ചെയ്യണം ഒരു പൊസിഷൻ. യെസ്, 150 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, കറൻ്റ്ലി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മേ ബി ഒരു 160 ലെവലിൽ വരെ വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഡൗൺ ആവുന്നതിന് മുൻപ്. 160, 62 ലെവൽ ഓർ 125 ലെവൽ വരുമ്പോൾ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഫൈവ് മിനിറ്റ്സ് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ സൈൻ ഓഫ് റിവേഴ്സൽ ഇല്ല. ഗെയിൻ ഡേ ലോയിലേക്ക് തന്നെ വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. റിവേഴ്സൽ സൈനൊന്നും തന്നെ വന്നിട്ടില്ല ആസ് ഓഫ് നൗ. ഈ ഒരു പൊസിഷൻ കോസ്റ്റിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുട്ട് ഓപ്ഷൻ്റെ പൊസിഷൻ കോസ്റ്റിലേക്കാണ്. നിയർലി 1 CR ലോസിലേക്കാണ് ഈ ഒരു പൊസിഷൻ പോയിട്ടുള്ളത്. 529 to 439, 90 lakhs ലോസിലാണ്. യെസ്, 150 ലെവൽ സപ്പോർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു പൊസിഷൻ ബിഗർ പ്രോഫിറ്റ്സിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് 125 ലെവലിലേക്ക് വന്നാലും ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പൊസിഷൻ നേക്കഡാണ്. നമ്മൾ കപ്പിൾ ഓഫ് എൻട്രീസ് എടുത്ത് 150 ലെവലിൽ ആ ഒരു പൊസിഷൻസും അറൗണ്ട് 3 lakhs ലോസിലാണ്. ബട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. 150 ലെവലിൽ നിന്നൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു, ബട്ട് അത് അൺഫോർച്ചുനേറ്റ്ലി അത് ബ്രേക്ക് ചെയ്തു. മേ ബി ഒരു റീടെസ്റ്റ് ടുവേർഡ്സ് 162 വരുമോ നമുക്ക് നോക്കാം. ബട്ട് വി ആർ വെയിറ്റിംഗ് ഫോർ 125 ലെവൽ ടു ആഡ് മോർ. 125 ലെവൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ അത് 130, 135, 133. യെസ്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു പൊസിഷൻ തന്നെ കോസ്റ്റിലാണ്. 70 lakhs ഉണ്ടായിരുന്നത് നമുക്ക് റിക്കവർ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഫ്രഷ് ട്രേഡ് എടുക്കാൻ പറ്റുമായിരുന്നു. ബട്ട് നമ്മളൊരു മിസ്റ്റേക്ക് വരുത്തി. ഇപ്പോൾ നമ്മൾ ഓവറോൾ 1 CR ലോസാണ്. 1 കോടി രൂപയാണ് നമ്മുടെ ലോസ് ഈ ഒരു പൊസിഷനിൽ. 125 വന്നിട്ടുണ്ട്, നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യും 25,600. നമുക്ക് 130-ലും 135-ലും ഒക്കെയാണ് കിട്ടിയത്. 25 ഓൾമോസ്റ്റ് വന്നെങ്കിലും 26.60 അറൗണ്ട് 25 ആണ് വന്നിട്ടുള്ളത്. ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് റിജക്ഷൻ വന്നതെങ്കിൽ കുറച്ചുകൂടി ക്വാണ്ടിറ്റീസ് 125-യുടെ താഴെ കിട്ടുമായിരുന്നു. ബട്ട് നമ്മൾ എടുത്ത് 130-35 ലെവലിലേക്കാണ് പോയിട്ടുള്ളത്.
കോസ്റ്റിലാണ് നമ്മുടെ പൊസിഷൻ ഓവറോൾ. ഇനി ഒരു 162 ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ്സ് നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് 143 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 143 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഒരു മൊമെൻറ്റം ടുവേർഡ്സ് 162 വരാൻ സാധ്യതയുള്ളൂ. യെസ്, ഒരു ബൈയിങ് പ്രഷർ ഉണ്ട് പുട്ട് ഓപ്ഷനിൽ 25,600. ബട്ട് ടൈം കുറച്ച് ക്രിട്ടിക്കലാണ്. യെസ്, ഒരു ഡൗൺഫോൾ വരികയാണെങ്കിൽ ഷാർപ്പ് ടുവേർഡ്സ് 162 അല്ലെങ്കിൽ 144 ബ്രേക്ക് ചെയ്യണം. 135ലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് എടുത്ത ഫ്യൂ പൊസിഷൻസ് പ്രോഫിറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, വെരി വെരി റിസ്കി പൊസിഷനാണിത്. ബട്ട് എനിക്ക് തോന്നുന്നത് 160 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. 125 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് വലിയ ലോസിലേക്കാണ് പോകുന്നതെന്ന് ഉറപ്പിക്കാം. പക്ഷെ നമ്മൾ നേരത്തെ എടുത്ത 150 പൊസിഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിലൊരു 4 lakhs ലോസ് മാത്രമാണുള്ളത്. പക്ഷേ 150 ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വരികയാണെങ്കിൽ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. നമുക്ക് ആ ഒരു പോയിന്റ് ഒന്നും കുറച്ച് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 144 ലെവൽ ബ്രേക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ്. Let's break 144, then 162 more. It's 140. Yes, 143. Come on. Yes, 144. Yes, 144 വന്നിട്ടുണ്ട്. 144 ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ബ്രേക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം. മേ ബി ആ ലെവൽ ബ്രേക്ക് ചെയ്താൽ വലിയ പ്രോഫിറ്റ്സ് വരുന്നത് കാണാം. നോ വേ. എക്സാക്ട്ലി 144 ആണ് വന്നിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യാം. $144 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന 144 ലെവൽ ബ്രേക്ക് ചെയ്യുമെന്നായിരുന്നു. സ്റ്റിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ഫ്യൂ മോർ മിനിറ്റ്സ്. 162 ആണ് ഫൈനൽ. 162 എന്നാണ് ഈ ഒരു അക്യുറേറ്റ് ആയിട്ടുള്ളൊരു പ്രൈസ് റിജക്ഷൻ വന്നതെങ്കിൽ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം ഈ ഒരു പൊസിഷൻ. യെസ്, കം ഓൺ. 144 ബ്രേക്ക് ചെയ്താൽ നമുക്ക് 162ലേക്ക് ഷാർപ്പായിട്ടൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. 125 ലെവലൊരു റിസ്കി ലെവലാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ വലിയ ലോസിലേക്ക് പോകും ഈ ഒരു പൊസിഷൻ ഡെഫിനറ്റായിട്ടും. പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 hour ആവുന്നു. യെസ്, 10:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 1 hour ആയി. 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. 144 ബ്രേക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. ഈ ഒരു പുട്ട് ഓപ്ഷൻ 25,600 പുട്ട് ഓപ്ഷൻ. 145 നമുക്ക് 162 ആണ് വേണ്ടത്. വളരെ അക്യുറേറ്റ് ആയിട്ട് ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഡേ ഹൈയിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. ബട്ട് 144 ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ 125 നമ്മുടെ
റിസ്കി ലെവലായിട്ട് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നത് കാണേണ്ടി വരും. പിന്നെ നമ്മുടെ ഈ ഒരു പൊസിഷൻ വളരെ വളരെ ക്രിട്ടിക്കൽ പോയിന്റിലേക്ക് പോകും. $145, come on. $46, $47, come on. 50 ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, 50, 45, 47, 48, യെസ്, ഗുഡ്. ഒരു ഷാർപ്പ് അപ്പ് മൂവ് വരണം 162ലേക്ക്. യെസ്, come on. യെസ്, 144 ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് ടു നമ്മുടെ 4.6 CR എത്തിയിട്ടുണ്ട് നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ. സ്റ്റിൽ റിസ്കിയാണ്. നമുക്ക് സപ്പോർട്ട് ലെവലിലേക്ക് വന്നിട്ടുണ്ട്. സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്താൽ നല്ലൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. Come on, 145, 137. Wait. Again 130, 125 ലെവലിലേക്ക് വന്നു. യെസ്, 125. ബ്രേക്ക് ചെയ്താൽ ഈ ഒരു ട്രേഡ് ലോസ് ബെയർ ചെയ്യേണ്ടി വരും നമുക്ക്. ഇപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്തു ഈ ഒരു പൊസിഷൻ. ഇനി നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. വലിയൊരു മൂവ്മെൻറ്റാണ് വന്നിട്ടുള്ളത്. 125 ലെവൽ ഓൾമോസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഈ ഒരു ട്രേഡിൽ 1.2 CR ഓൾമോസ്റ്റ് 1.2 CR നമ്മൾ ലോസ് ബെയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ 20% ലോസ് നമ്മൾ ബെയർ ചെയ്തു. നമുക്കൊന്നും ഈ ഒരു ട്രേഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നത് 150 ലെവലിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു 15 പോയിൻറ്റ്സിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് വന്നിരുന്നു. പക്ഷേ ആ ഒരു പൊസിഷനിൽ നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളൊരു ഫർദർ ഒരു 10 പോയിൻറ്റ്സ് കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 180 ലെവൽ ബ്രേക്ക് ചെയ്യുമോ നോക്കി, പക്ഷേ 180 ലെവൽ ബ്രേക്ക് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പൊസിഷൻ ബാക്ക് ടു 125 വരെയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നിയർ കോസ്റ്റ് നമുക്ക് ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റി. എന്തായാലും ഓക്കെ, നെക്സ്റ്റ് ട്രേഡ് നമുക്ക് നോക്കാം. ഈ ഒരു ട്രേഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു 1 CR ലോസിൽ തന്നെ നമുക്ക് 20% തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.